നമസ്കാരം, മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. തരൂർ ജയിക്കില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ 4 അസംബ്ലി മണ്ഡലങ്ങളിൽ പിറകിലാകുമെന്നും വിലയിരുത്തൽ. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിലവിലെ എം ആയ ശശി തരൂർ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധ്യതയില്ല എന്ന വിലയിരുത്തലിൽ ആണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതാക്കൾ. വോട്ടെടുപ്പ് കഴിഞ്ഞ് 5 ദിവസം പിന്നിടുമ്പോഴും പാർട്ടി ഓഫീസുകളിൽ കോൺഗ്രസ്സുകാർ വട്ടം കൂടിയിരുന്ന് വോട്ടിൻ്റെ കൂട്ടലും കിഴിക്കലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ BJP വോട്ടുകളുടെ മൊത്തത്തിലുള്ള സംയോജനം ഉണ്ടായി എന്നും മാത്രവുമല്ല, ന്യൂനപക്ഷ സമുദായ വോട്ടുകളിൽ 1% BJP സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വീണിട്ടുണ്ട് എന്ന വിശ്വാസവും കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്നുമുണ്ട്. ഈ യാഥാർത്ഥ്യം തെരഞ്ഞെടുപ്പിൽ ഫലത്തിൽ ആയിട്ടുണ്ടെങ്കിൽ നിലവിലെ MP ശശി തരൂർ വിജയിക്കുന്ന കാര്യം സംശയമാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ് ഈ അസംബ്ലി മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശശി തരൂർ പിറകിൽ പോകാൻ സാധ്യതയുണ്ട് എന്നാണ് വിവിധ ബൂത്തുകളിൽ നിന്നും മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പാർട്ടി നേതാക്കൾ പറയുന്നത്. ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ശക്തിയുള്ള കോവളം, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാകും എന്ന അഭിപ്രായവുമുണ്ട്. എന്നാൽ ഈ 3 അസംബ്ലി മണ്ഡലങ്ങളിലും കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ലഭിക്കുമെന്നും കുറഞ്ഞപക്ഷം ഈ 3 അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്നുമായി തരൂരിന് 50,000-ത്തിലധികം വോട്ടുകളുടെ ലീഡ് ഉണ്ടാകുമെന്നും അവകാശപ്പെടുന്ന നേതാക്കളുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരം നടന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരും BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരും തമ്മിലായിരുന്നു. ശശി തരൂർ നിലവിൽ MP ആണ്. തരൂരിൻ്റെ പ്രവർത്തനങ്ങളിൽ കാര്യമായ പ്രതിഷേധം ഒന്നുമില്ല. എങ്കിലും രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായ ഒരു വലിയ ഘടകം തരൂരിനെ തള്ളിക്കൊണ്ട് മുന്നിലെത്തിയതാണ് തരൂരിന് ദോഷം ഉണ്ടാക്കാനുള്ള സാധ്യത. രാജീവ് ചന്ദ്രശേഖരൻ നിലവിലെ കേന്ദ്രമന്ത്രിസഭയിലെ അംഗമാണ്. ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നയിക്കുന്ന മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരില്ല എന്ന സൂചന നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിരിക്കാൻ ശശി തരൂരിനെ ജയിപ്പിക്കണമോ എന്ന ചോദ്യം മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വലിയ വിദ്യാഭ്യാസവും ഉന്നത പദവികളിലും ഇരുന്നിരുന്നതിൻ്റെ വലിപ്പവുമൊക്കെയുള്ള ശശി തരൂർ തിരുവനന്തപുരത്തുകാർക്ക് പ്രിയങ്കരനായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലെ BJP സ്ഥാനാർത്ഥിയും അതേപോലെ തന്നെ വലിയ ഉയരങ്ങളിലെത്തിയ ഒരാളായി എന്നത് ശശി തരൂരിൻ്റെ പ്രഭാവത്തിൽ മങ്ങലേൽപ്പിക്കുന്നതിന് ഇടിവ് വരുത്തി എന്നാണ് വിലയിരുത്തൽ. തിരുവനന്തപുരം മണ്ഡലത്തിലെ വോട്ടർമാരിൽ ഭൂരിപക്ഷവും ഉദ്യോഗസ്ഥരും വിദ്യാസമ്പന്നരുമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ യോഗ്യതയുള്ളതും കഴിവുമുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന ശീലം തിരുവനന്തപുരത്തിലെ വോട്ടർമാർക്ക് ഉണ്ട്. ഇതിനൊക്കെ പുറമെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് അനുഭവപ്പെടാത്ത രീതിയിലുള്ള പ്രവർത്തന തകരാറുകൾ കോൺഗ്രസ് പാർട്ടി തലത്തിൽ ഉണ്ടായത്. പാർട്ടിയുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളും ബൂത്ത് കമ്മിറ്റികളും സജീവമായി പ്രവർത്തിക്കുന്നില്ല എന്ന പരാതി ശശി തരൂർ തന്നെ നേതൃത്വത്തെ അറിയിക്കുന്ന സ്ഥിതിയുമുണ്ടായി. മറുവശത്തെ BJP പ്രവർത്തകരും നേതാക്കളും ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും തിരുവനന്തപുരം സ്വന്തമാക്കുക എന്ന വാശിയോടുകൂടി ഒറ്റക്കെട്ടായി പ്രവർത്തന രംഗത്ത് നിലയുറപ്പിക്കുന്ന സ്ഥിതിയുമുണ്ടായി. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യധാരയിൽ എത്തേണ്ട ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തിപ്പെട്ടതോടുകൂടി പുറന്തള്ളപ്പെടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളും സ്ഥിതിഗതികളും പാർട്ടിയുടെ പ്രവർത്തന ശൈലികളും കാര്യക്ഷമതയും പരിശോധിച്ച് വിലയിരുത്തുമ്പോൾ തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതാക്കൾ ആശങ്കപ്പെടുന്ന രീതിയിലുള്ള പരാജയം ശശി തരൂരിന് ഉണ്ടായി എന്ന് വന്നാൽ അതിൽ അതിശയപ്പെടേണ്ട കാര്യവുമില്ല. നന്ദി.